നമസ്കാരം. നാസ് സിനിമ വിഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിലമ്പൂരിൻ്റെ ഹിസ്റ്ററി തന്നെയാണ് പറയുന്നത്. അതിൽ നെടുങ്കയം എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. നിലമ്പൂരിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ നെടുങ്കയം. കരുളായി വഴി 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നെടുങ്കയത്തെത്താം. ഓക്കെ, നെടുങ്കയത്തിൻ്റെ വിശേഷങ്ങളിലൂടെ. നെടുങ്കയം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം. നിലമ്പൂരിൽ നിന്നും കരുളായി വഴി നെടുങ്കയത്തെത്താം. ഇവിടെ എത്തി ആദ്യം കാണുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേര് വിവരങ്ങൾ നൽകിയാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് കാണുന്ന കാട്ടുവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു വിപണന കേന്ദ്രമുണ്ട്. ഇവിടെ നിന്നും കാട്ടുതേൻ ഉൾപ്പെടെ നിരവധി കാട്ടുവിഭവങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിനോട് ചേർന്ന് റോഡിന്റെ മറുവശത്ത് ഔഷധ സസ്യങ്ങളുടെ ഒരു ഉദ്യാനം തന്നെയുണ്ട്. അതും കഴിഞ്ഞാൽ കാട്ടിലൂടെ ഉള്ള റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ ഇരുവശങ്ങളിലുമായി തേക്കുൾപ്പെടെയുള്ള വൻ മരങ്ങൾ കാണാം. ഇതുവഴി കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഡോർസൺ പാലത്തിന് സമീപമെത്തും. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിത മനോഹരമായ ഈ പാലം ഇന്നും അതിന്റെ ദൃഢത നഷ്ടപ്പെടാതെ നിലകൊള്ളുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ വലതുവശത്തായി കാണുന്നതാണ് ഡോസൺ സാഹിബിന്റെ ബംഗ്ലാവ്. ഡോസൺ പാലത്തിന് കീഴെ കാണുന്ന സ്ഫടികക്കല്ലുമായി ഒഴുകുന്ന കാട്ടാറിന്റെ പേരാണ് കരിമ്പുഴ. ഈ പാലത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. നെടുങ്കയത്തിന്റെ പ്രകൃതിക്ക് അനുയോജ്യമായി ഈ പാലം നിർമ്മിച്ചു എന്ന്. ഡോസൺ സാഹിബ് പ്രകൃതിയെ അളവറ്റു സ്നേഹിച്ച ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. നെടുങ്കയത്തിന്റെ കാനന ഭംഗിയെ അത്രമേൽ സ്നേഹിച്ച അദ്ദേഹം 1938 ഒക്ടോബർ 9 താൻ നിർമ്മിച്ച പാലത്തിന്റെ കീഴെ ഒഴുകുന്ന സ്ഫടിക തുല്യമായ ഈ പുഴയിൽ കുളിക്കാനിറങ്ങി. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പാലത്തിന്റെ അടിയിലുള്ള പാറയിൽ തലയിടിച്ച് അദ്ദേഹം മരണം വരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം പ്രകൃതി സ്നേഹിയായ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പാലത്തിനോട് ചേർന്ന് തന്നെ സംസ്കരിച്ചു. ഭാര്യയും മക്കളും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. അങ്ങനെ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന പ്രകൃതി സ്നേഹിയുടെ ശവകുടീരം എല്ലാ പ്രകൃതി സ്നേഹികൾക്കും കാണാൻ ഇന്നും നിലകൊള്ളുന്നു. പാലം കടന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിരവധി വന്യജീവികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മാനും കാട്ടുപോത്തും മുതൽ കാട്ടാനയും പുലിയും വരെ ഈ വനത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാട്ടാനകളെ മെരുക്കി നാട്ടാനകളാക്കുന്ന ആനക്കൂട് ഇവിടെയുണ്ട്. ഇതിന് ആനപ്പന്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാപ്പാന്മാരെ തേടി ആന മുതലാളിമാരും ഇവിടെ എത്തിയിരുന്നു. ഗുരുവായൂർ കേശവൻ, ഏഷ്യാടപ്പു തുടങ്ങിയ പ്രശസ്തരായ ഗജകേസരികൾ ഇവിടെ നിന്നും പരിശീലനം നേടിയ ആനകളാണ്. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ശിലന്തികളുടെ ഒരു സങ്കേതം തന്നെയാണ് നെടുങ്കയം. നെടുങ്കയം വനത്തിന്റെ ഉൾവനങ്ങളിൽ മാഞ്ചേരി എന്ന സ്ഥലത്ത് ഇപ്പോഴും
പുരോഗമനം ചെന്നെത്താത്ത ആദിവാസി ഊരുകളുണ്ട്. കൂടാതെ നെടുങ്കയത്തിന്റെ കാനന ഭംഗിയിൽ ചിത്രീകരിച്ച ഒട്ടനവധി സിനിമകളുണ്ട്. ആധാരം, കാണാക്കിനാവ് എന്നിവ അവയിൽ ചിലതു മാത്രം. ഓക്കെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായി നമുക്ക് കണ്ടുമുട്ടാം എന്ന വിശ്വാസത്തോടെ ബൈ ബൈ ആൻഡ് ജയ് ഹിന്ദ്.